ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്ക്. അപ്പോൾ എന്താണ് പെറ്റി ക്യാഷ് ബുക്ക് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പെറ്റി ക്യാഷ് ബുക്ക് ഈസ് എ ക്യാഷ് ബുക്ക് വിച്ച് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ എ പെറ്റി കാഷ്യർ ടു റെക്കോർഡ് ദ പെറ്റി എക്സ്പെൻസസ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയിൽ ഉണ്ടാവുന്ന പെറ്റി എക്സ്പെൻസസ്, സ്മോൾ എക്സ്പെൻസസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെറ്റി കാഷ്യർ റെക്കോർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കീപ്പ് ചെയ്യുന്ന ബുക്കാണ് പെറ്റി ക്യാഷ് ബുക്ക്. There are two types of petty cash book, simple petty cash book and analytical petty cash book. നമുക്ക് പെറ്റി ക്യാഷ് ബുക്കിൻ്റെ ഒരു നേച്ചർ വെച്ചിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, സിമ്പിൾ ആൻഡ് അനലിറ്റിക്കൽ. അപ്പോൾ സിമ്പിൾ പെറ്റി ക്യാഷ് ബുക്ക് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. സിമ്പിൾ പെറ്റി ക്യാഷ് ബുക്ക് ആകുമ്പോൾ ഇത്രയും ഈ ഒരു ഫോർമാറ്റിൽ കാണുന്ന പോലെ ഇത്രയും ഏരിയാസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് ഒരു കമ്പനിയിൽ ഓരോ മാസവും എന്തൊക്കെ പെറ്റി എക്സ്പെൻസസ് വന്നോ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ബുക്കാണ് സിമ്പിൾ പെറ്റി ക്യാഷ് ബുക്ക്. അതിൻ്റെ ഫോർമാറ്റ് എമൗണ്ട് റിസീവ്ഡിന് ഒരു കോളം ഉണ്ടാവും, ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, വൗച്ചർ നമ്പർ, ടോട്ടൽ പേയ്മെൻറ്റ്സ്. ഇതെങ്ങനെയൊക്കെയാണ് ഇതിൽ ഐറ്റംസ് ആഡ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്യാഷ് ബുക്കാണ് അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്ക്. ഓക്കെ, Analytical petty cash book is a cash book that is having different columns for recording different heads of expenses. ഒരു കമ്പനിയിലുള്ള ഡിഫറെൻറ്റ് ഹെഡ്സ് ഓഫ് എക്സ്പെൻസസ് റെക്കോർഡ് ചെയ്യാൻ ഡിഫറെൻറ്റ് കോളംസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ പെറ്റി ക്യാഷ് ബുക്കിനെയാണ് അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സിമിലർ ടു സിമ്പിൾ ക്യാഷ് ബുക്ക്, സിമ്പിൾ പെറ്റി ക്യാഷ് ബുക്കിൻ്റെ കോളംസും എക്സ്ട്രാ ആയിട്ട് ഓരോരോ എക്സ്പെൻസും ക്ലാസിഫൈ ചെയ്തിട്ട് കാണിക്കുന്ന പെറ്റി ക്യാഷ് ബുക്കിനെയാണ് അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയാം. സോ ഈച്ച് ഹെഡ് ഓഫ് എക്സ്പെൻസസ്, ഓരോ ഹെഡ് ഓഫ് എക്സ്പെൻസസിനും നമുക്ക് തന്നിട്ടുള്ള ഓരോ ഹെഡ് ഓഫ് എക്സ്പെൻസസിനും ഓരോ സെപ്പറേറ്റ് കോളംസ് വരക്കുക. അങ്ങനത്തെ പെറ്റി ക്യാഷ് ബുക്കിനെയാണ് അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയാം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതാണ് ഒരു അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ്. ഫസ്റ്റ് ഒരു എമൗണ്ട് റിസീവ്ഡ് കോളം ഉണ്ടാവും. എമൗണ്ട് റിസീവ്ഡ് കോളത്തിലാണ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷും ദെൻ ഓപ്പണിംഗ് വേറെ എന്തെങ്കിലും ക്യാഷ് നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിസീവ് ചെയ്ത എമൗണ്ട് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് എമൗണ്ട് റിസീവ്ഡ് കോളത്തിലാണ്. ദെൻ ഡേറ്റ് കോളം, പിന്നെ ഒരു പെർട്ടിക്കുലർ കോളം ഉണ്ട്. പെർട്ടിക്കുലർ കോളത്തിലാണ് നമ്മൾ ഓരോ ഐറ്റംസും എന്തൊക്കെയാണ് ഐറ്റംസ് എന്നുള്ളത് റെക്കോർഡ് ചെയ്യുന്നത്. ദെൻ വൗച്ചർ നമ്പറിന് ചെറിയൊരു കോളം. ദെൻ ടോട്ടൽ പേയ്മെൻറ്റ്സ്, ടോട്ടൽ പേയ്മെൻറ്റ്സിലാണ് നമ്മൾ ഓരോ മാസം നമുക്ക് വന്നിട്ടുള്ള പെറ്റി എക്സ്പെൻസസ്, നമ്മളുടെ ചിലവുകൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്കിൽ നമുക്ക് തന്നിട്ടുള്ള ഡിഫറെൻറ്റ് എക്സ്പെൻസ് ഇല്ലേ, ഓരോ എക്സ്പെൻസും. ഫോർ എക്സാമ്പിൾ കമ്പനിക്ക് റിപ്പയറിൻ്റെ ഒരു എക്സ്പെൻസ് ഉണ്ടായി. അപ്പോൾ കമ്പനി എന്ത് ചെയ്യും, ഫോർ എക്സാമ്പിൾ റിപ്പയർ എക്സ്പെൻസ് ഉണ്ടായി എന്ന് വെക്കുക. റിപ്പയർ എക്സ്പെൻസ് 10 rupees ആണെന്ന് വെക്കുക, ഒരു 50 rupees ആണെന്ന് വെക്കുക. അപ്പോൾ 50 rupees നമ്മൾ ടോട്ടൽ പേയ്മെൻറ്റ്സിൽ എഴുതണം. അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, റിപ്പയേഴ്സിൻ്റെ കോളത്തിൽ എഴുതണം. ഓക്കെ, അപ്പോൾ ടോട്ടൽ എമൗണ്ട് റെക്കോർഡ് ചെയ്യാനാണ് ടോട്ടൽ പേയ്മെൻറ്റ്സ് എമൗണ്ട്. പിന്നെ നമുക്ക് ഇത്രയും ഹെഡ്സ് ഓഫ് കാറ്റഗറി ഉണ്ടാവും. ഇത്രയും എക്സ്പെൻസസിന് കാറ്റഗറീസ് നമ്മൾ വരക്കണം. മെയിനായിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ വരുന്ന കാറ്റഗറീസാണ് ഇവിടെ തന്നിട്ടുള്ളത്. പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, അധികം ക്വസ്റ്റ്യൻസിലും പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി ഉണ്ടാവും. അപ്പോൾ ഒരു ഫേമിൻ്റെ പ്രിൻറ്റിങ് സ്റ്റേഷനറി റിലേറ്റഡ് എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ടോ അതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി എന്നുള്ള ഹെഡിങ്ങിലാണ്. പ്രിൻറ്റിങ് എന്ന് പറയുമ്പോൾ പ്രിൻറ്റിങ് റിലേറ്റഡ് എന്തൊക്കെ എക്സ്പെൻസ് വന്നു, പ്രിൻ്ററിൻ്റെ ഇങ്ക് അല്ലെങ്കിൽ പേപ്പർ, അങ്ങനത്തെ എക്സ്പെൻസസ്. പിന്നെ സ്റ്റേഷനറിയിൽ വരുന്നത് ബുക്ക്, പേപ്പർ, പെന്ന്, അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ സ്റ്റേഷനറിയിലാണ് റെക്കോർഡ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് പോസ്റ്റേജ്, ക്വസ്റ്റ്യനിൽ നമുക്ക് പോസ്റ്റേജ് റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെ എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഇങ്ങനെ ഒരു കോളം വരക്കുക. ദെൻ റിപ്പയേഴ്സ് എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടെങ്കിൽ റിപ്പയേഴ്സിന് കോളം വരക്കുക. ട്രാവലിംഗ് എക്സ്പെൻസ്, നമുക്ക് ട്രാവൽ റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെ എക്സ്പെൻസ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ കാണിക്കുക. ദെൻ ക്യാരേജ്, സൺട്രി എക്സ്പെൻസസ്, ലെഡ്ജർ അക്കൗണ്ട്. സൺട്രി എക്സ്പെൻസസിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഇതുവരെ തന്നിട്ടുള്ള ഒരു കാറ്റഗറിയിലും, ഇപ്പോൾ പ്രിൻറ്റിങ്, പോസ്റ്റേജ്, റിപ്പയർ, ട്രാവലിംഗ്, ക്യാരേജ് ഇതിലൊന്നും പെടാണ്ട് വേറെ എന്തെങ്കിലും എക്സ്ട്രാ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് സൺട്രി എക്സ്പെൻസസിലാണ്. ഫോർ എക്സാമ്പിൾ ഓഫീസ് ക്ലീനിങ്, ഒരു കമ്പനിയുടെ ഓഫീസ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഒരു ദിവസം 100 രൂപ ചിലവായി എന്ന് വെക്കുക. ആ 100 രൂപ നമ്മൾ ഓഫീസ് ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യേണ്ടത് സൺട്രി എക്സ്പെൻസസിൻ്റെ ഹെഡിങ്ങിലാണ്. ദെൻ ലാസ്റ്റ് കോളം ലെഡ്ജർ അക്കൗണ്ട്. ഈ ലെഡ്ജർ അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്
നമ്മൾ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടിക്ക് എന്തെങ്കിലും എമൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പെയ്ഡ് ടു അരുൺ ₹100. അരുൺ എന്ന് പറഞ്ഞ ഒരാൾക്ക് 100 rupees കൊടുത്തിട്ടുണ്ട്. സ്മോൾ എക്സ്പെൻസ് ആണ്. അപ്പോൾ അതവിടെ റെക്കോർഡ് ചെയ്യാൻ പ്രത്യേകിച്ച് ഹെഡിങ് ഒന്നുമില്ല. അപ്പോൾ പ്രിൻറ്റിംഗ് അല്ല, പോസ്റ്റേജ് അല്ല, റിപ്പയർ അല്ല, അതൊന്നുമല്ല. അപ്പോൾ റിലേറ്റഡ് ടു പേഴ്സൺ, വേറൊരു പേഴ്സണിന് നമ്മൾ എന്തെങ്കിലും ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യേണ്ടത് ലെഡ്ജർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിലാണ്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഇത്രയും കോളംസ് നമ്മൾ ടോട്ടൽ പേയ്മെൻറ്റ്സ് വരെ നമ്മൾ എന്ത് ചെയ്യുക, വരച്ച് വെക്കുക. എമൗണ്ട് റിസീവ്ഡിനൊരു കോളം, ഡേറ്റിനൊരു കോളം, പെർട്ടിക്കുലറിനൊരു കോളം, വൗച്ചർ നമ്പറിന് ചെറിയൊരു കോളം, ദെൻ ടോട്ടൽ പേയ്മെൻറ്റ്സ്. ഇത്രയും വരച്ചിട്ട് പിന്നെ നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കുക. ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തൊക്കെ എക്സ്പെൻസ് തന്നിട്ടുണ്ട് നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് കോളംസ് വരക്കുക. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ചെയ്യാം. നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് അനലറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഇപ്പോൾ ഈ ഓരോ ഹെഡിങ് കാറ്റഗറീസ് ഏതൊക്കെ വേണം എന്നുള്ളത് നമ്മൾ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട് എന്നനുസരിച്ച് നമ്മൾ വരക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പോസ്റ്റേജ് ഉണ്ട് ക്വസ്റ്റ്യനിൽ എന്നുണ്ടെങ്കിൽ പോസ്റ്റേജിനൊരു കോളം, റിപ്പയർ തന്നിട്ടുണ്ടെങ്കിൽ റിപ്പയറിനൊരു കോളം, ട്രാവലിംഗ് തന്നിട്ടുണ്ടെങ്കിൽ ട്രാവലിംഗ്, ക്യാരേജ് തന്നിട്ടുണ്ടെങ്കിൽ ക്യാരേജ്. പിന്നെ എന്തായാലും നമ്മൾ വരക്കേണ്ടതാണ് സൺട്രി എക്സ്പെൻസും ലെഡ്ജർ അക്കൗണ്ടും. സൺട്രി എക്സ്പെൻസ് ഒന്നിലും പെടാത്ത ഐറ്റംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, സൺട്രി എക്സ്പെൻസിൽ റെക്കോർഡ് ചെയ്യണം. ദെൻ തേർഡ് പാർട്ടീസിന് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ലെഡ്ജർ അക്കൗണ്ടിലും റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, എത്ര കാറ്റഗറീസ് വേണം എന്നുള്ളത് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് പെറ്റി ക്യാഷ് ബുക്ക്. ഇംപ്രസ്ഡ് ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വാട്ട് ഈസ് ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് പെറ്റി ക്യാഷ് ബുക്ക്? നമ്മളോട് ഒരു പെറ്റി ക്യാഷ് ബുക്ക് ഇംപ്രസ്ഡ് സിസ്റ്റത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്? Impressed system of maintaining petty cash book is a system where the main cashier gives a fixed amount of money at the beginning of each month to the petty cashier. Impressed എന്ന് പറയുമ്പോൾ ഫിക്സ്ഡ്. അപ്പോൾ ഓരോ മാസവും നമ്മൾ പറഞ്ഞു ഈ പെറ്റി ക്യാഷ് ബുക്ക് എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മാസവും ഒരു പെറ്റി കാഷ്യർക്ക് മെയിൻ അക്കൗണ്ടൻറ്റ് കുറച്ച് ക്യാഷ് കൊടുക്കും. ആ ക്യാഷ് വെച്ചിട്ട് വേണം അവരെന്ത് ചെയ്യാൻ, അവരുടെ എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യാൻ. ഇനി ഇംപ്രസ്ഡ് സിസ്റ്റത്തിലാണ് നമ്മൾ പെറ്റി ക്യാഷ് ബുക്ക് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ മാസം ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഉണ്ടാവും. എല്ലാ മാസവും ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു 1000 rupees ആണെന്ന് വെക്കുക. അപ്പോൾ ഈ ഓരോ മാസവും എന്ത് ചെയ്യണം, മെയിൻ കാഷ്യർ പെറ്റി കാഷ്യർക്ക് 1000 rupees കൊടുക്കും. ഓപ്പണിംഗ് ഓരോ മാസം തുടങ്ങുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ April 1 ആണെങ്കിൽ April 1 മെയിൻ കാഷ്യർ എന്ത് ചെയ്യും, 1000 rupees തരും. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ പെറ്റി കാഷ്യർ ഓരോരോ എക്സ്പെൻസും ഈ 1000 rupees മീറ്റ് ചെയ്യണം. ആൻഡ് ഇപ്പോൾ 1000 rupees ആണ് നമുക്ക് തന്നതെന്ന് വെക്കുക. നമ്മളെ കയ്യിൽ നിന്ന് എല്ലാ എക്സ്പെൻസും മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 900 rupees ആണ് നമ്മളുടെ ടോട്ടൽ എക്സ്പെൻസ് എന്ന് വെക്കുക. അപ്പോൾ 1000 rupees പിന്നെ നമുക്ക് എത്ര ബാക്കിയുണ്ട്? 1000 rupees ആയിരുന്നു നമുക്ക് തന്നത്, 900 rupees സ്പെൻഡ് ആയിപ്പോയി അല്ലേ? അപ്പോൾ 100 rupees നമുക്ക് ബാക്കിയുള്ളൂ അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത് ആഫ്റ്റർ മീറ്റിംഗ് അവർ എക്സ്പെൻസസ്. അപ്പോൾ ഇംപ്രസ്ഡ് സിസ്റ്റം ആണ് ഒരു പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത് എത്ര രൂപയാണോ നമ്മളെ കയ്യിൽ നിന്ന് ചിലവായത് അത്രയും ക്യാഷ് എന്ത് ചെയ്യും, പിന്നെയും നമുക്ക് മെയിൻ കാഷ്യർ റീഇംബേഴ്സ് ചെയ്യും, അതായത് പിന്നെയും നമുക്ക് തരും. അപ്പോൾ ഇംപ്രസ്ഡ് സിസ്റ്റത്തിൽ നമ്മളോട് പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആൻസറിൽ എത്രയാണോ എമൗണ്ട് നമുക്ക് തന്നത് അത് ടോട്ടൽ ചെയ്തിടണം. എന്നിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത് നമ്മളെ ബുക്സൊക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, എത്ര എമൗണ്ട് ആണോ ഇംപ്രസ്ഡ് ആയിട്ട് വെക്കേണ്ടത് അത് പിന്നെയും കാഷ്യർ നമുക്ക് തരുന്നതായിട്ട് കാണിക്കണം. ഓക്കെ, അപ്പോൾ ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് മെയിൻറ്റെയിനിങ് പെറ്റി ക്യാഷ് ബുക്ക് വേർ ദ മെയിൻ കാഷ്യർ gives a fixed amount of money each month to the petty cashier, and at the end of the month the petty cashier will submit the report of expenses to the main cashier, and after getting this report the main cashier will give cash equivalent to the amount spent to the petty cashier. എത്രയാണോ നമുക്ക് ചിലവായത് അത്രയും എമൗണ്ട് എന്ത് ചെയ്യും, പിന്നെയും നമുക്ക് തരും അടുത്ത മാസത്തെ എക്സ്പെൻസസിന് വേണ്ടിയിട്ട്. ഈ ഒരു സിസ്റ്റത്തിനെയാണ് ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയാം.
ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്ക് റെക്കോർഡ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇംപ്രസ്ഡ് സിസ്റ്റത്തിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്ക് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് നോക്കണം. പിന്നെ ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് എങ്ങനെയാണ് ഇംപ്രസ്ഡ് സിസ്റ്റത്തിൽ ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നും പറയുന്നുണ്ട്. സോ ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ ജോസ് മാത്യു മെയിൻറ്റെയിൻസ് എ പെറ്റി ക്യാഷ് ബുക്ക് ഓൺ ഇംപ്രസ്ഡ് സിസ്റ്റം. ജോസ് മാത്യു എന്ന് പറഞ്ഞ ആൾ ഇംപ്രസ്ഡ് സിസ്റ്റത്തിലാണ് ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദ ഇംപ്രസ്ഡ് എമൗണ്ട് ഈസ് 500. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇംപ്രസ്ഡ് എമൗണ്ട് 500 ആണ്. അതായത് ഓരോ മാസവും പെറ്റി ക്യാഷ്യർക്ക് കൊടുക്കുന്ന എമൗണ്ട് 500 ആണ്. ഈ 500 ഈ മാസം കഴിഞ്ഞാലും അടുത്ത മാസം പിന്നെ എന്ത് ചെയ്യും? 500 ഈ ക്യാഷ്യർക്ക് കൊടുക്കണം. ഫ്രം ദ ഫോളോവിങ് ഇൻഫോർമേഷൻ പ്രിപ്പയർ അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്ക്. അപ്പോൾ നമ്മളോട് തന്നിട്ടുള്ള ഇൻഫോർമേഷൻ വെച്ചിട്ട് അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്ക് ഉണ്ടാക്കാനും പറയുന്നുണ്ട്. പിന്നെ നമ്മളടുത്ത് പറയുന്നുണ്ട് ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇംപ്രസ്ഡ് സിസ്റ്റം വെച്ചിട്ടാണ്. അപ്പോൾ ഇംപ്രസ്ഡ് സിസ്റ്റം ആദ്യം നമ്മൾ അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് വരക്കണം. പിന്നെ ഇംപ്രസ്ഡ് സിസ്റ്റം ആകുമ്പോൾ എന്ത് നമ്മൾ ചെയ്യണം എന്നുള്ളത് നമുക്ക് പ്രോബ്ലം പറയുമ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് വരക്കാം. ഇതാണ് ഫോർമാറ്റ്. ഫസ്റ്റ് എമൗണ്ട് റിസീവ്ഡിനൊരു കോളം, ദെൻ ഡേറ്റിനൊരു കോളം, പെർട്ടിക്കുലേഴ്സിന് കോളം, വൗച്ചർ നമ്പർ, ടോട്ടൽ പേയ്മെൻറ്റ്സ്, പ്രിൻറ്റിങ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കുക. അപ്പോൾ ടോട്ടൽ പേയ്മെൻറ്റ്സ് വരെ നമ്മൾ എന്തായാലും സെയിം ആയിരിക്കും. ഈ ടോട്ടൽ പേയ്മെൻറ്റ്സ് വരെ ഉള്ളത് ആദ്യം വരച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനിൽ ആദ്യം ബാലൻസ് ഇൻ ഹാൻഡ് തന്നിട്ടുണ്ട്, ദെൻ റിസീവ്ഡ് ക്യാഷ്, പിന്നെ എന്തൊക്കെ എക്സ്പെൻസ് തന്നിട്ടുണ്ട് നോക്കാം. സ്റ്റേഷനറി, ഫസ്റ്റ് എക്സ്പെൻസ് സ്റ്റേഷനറിയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി സ്റ്റേഷനറി റിലേറ്റഡ് എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റേഷനറി, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി എന്ന് പറഞ്ഞിട്ട് ഒരു കോളം വരക്കുക. പിന്നെ നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ അടുത്ത ഐറ്റം സൺട്രി എക്സ്പെൻസ് ആണ് വരുന്നത്. അപ്പോൾ സൺട്രി എക്സ്പെൻസിന് നമ്മൾ എന്ത് ചെയ്യുക? ഒരു കോളം വരക്കുക. പിന്നെ ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ റിപ്പയറിന് ഒരു കോളം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? റിപ്പയർ ഒരു കോളത്തിൽ വരക്കുക. ദെൻ ട്രാവലിങ്ങിന് അടുത്ത ട്രാവലിംഗ് എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ ട്രാവലിങ്ങിനും ഒരു കോളം വരക്കുക. ദെൻ അഗെയിൻ സ്റ്റേഷനറി ആണ് വരുന്നത്. അതിന് ഓൾറെഡി നമ്മൾ കോളം വരച്ചതാണ്. ദെൻ അടുത്ത ഐറ്റം ഓഫീസ് എക്സ്പെൻസ്. അപ്പോൾ ഓഫീസ് എക്സ്പെൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഓഫീസ് എക്സ്പെൻസിന് ഒരു കാറ്റഗറി ഇല്ല. നമ്മൾ മെയിനായിട്ട് വരുന്നത് പ്രിൻറ്റിങ്, സ്റ്റേഷനറി, റിപ്പയേഴ്സ്, പോസ്റ്റേജ്, ക്യാരേജ്, സൺട്രി എക്സ്പെൻസ്. അപ്പോൾ അതിലൊന്നും വരാത്തത് അപ്പോൾ ഇത്രയും കാറ്റഗറീസിൽ വരാത്ത എന്തൊക്കെ എക്സ്ട്രാ എക്സ്പെൻസസ് വന്നോ അതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് സൺട്രി എക്സ്പെൻസിലാണ്. അപ്പോൾ ഓഫീസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യലായിട്ട് ഒരു ഹെഡിങ് വേണ്ട. ഓഫീസ് എക്സ്പെൻസ് നമുക്ക് എന്ത് ചെയ്യാം? സൺട്രി എക്സ്പെൻസിൽ റെക്കോർഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഓഫീസ് എക്സ്പെൻസിന് ഒരു കോളം വരച്ചു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എക്സാമിന്. ഇപ്പോൾ ഓഫീസ് എക്സ്പെൻസിന് പ്രത്യേകിച്ച് ഒരു കോളം വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം? സൺട്രി എക്സ്പെൻസിൽ കാണിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അത്രയും കോളംസ്, ഇപ്പോൾ ഓരോ തന്നിട്ടുള്ള ഓരോ ഐറ്റംസിനും നമ്മൾ എന്ത് ചെയ്തു? ഒരു കോളം വരച്ചു. ഓക്കെ, ലെഡ്ജർ അക്കൗണ്ട്സ് നമ്മൾ പറഞ്ഞു, ലെഡ്ജർ അക്കൗണ്ട്സും വരക്കണം. ലെഡ്ജർ അക്കൗണ്ട്സ് റിലേറ്റഡ് ടു ഒരു ആൾക്ക് എന്തെങ്കിലും തേർഡ് പാർട്ടിക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുന്നത് ലെഡ്ജർ അക്കൗണ്ട്സിലാണ്. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനിൽ നമ്മളോട് പറയുന്നുണ്ട് ഇംപ്രസ്ഡ് എമൗണ്ട് 500 ആണ്. അപ്പോൾ ഇങ്ങനെ നമ്മളോട് ആദ്യം നമ്മൾ എന്ത് ചെയ്തു? അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഫോർമാറ്റ് വരച്ചു. ഇതാണ് ഫോർമാറ്റ്. ഓക്കെ, അത് വരച്ചു. ഇനി ഇംപ്രസ്ഡ് സിസ്റ്റത്തിലാണ് നമ്മൾ ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമ്മളുടെ എമൗണ്ട് റിസീവ്ഡ്, രണ്ട് എമൗണ്ട് കോളംസ് ഇതല്ലേ, എമൗണ്ട് റിസീവ്ഡും എമൗണ്ട് പെയ്ഡും, ഈ രണ്ട് കോളത്തിലും ഏറ്റവും താഴെയായിട്ട് രണ്ട് ടോട്ടൽ കോളംസ് വരക്കുക. എമൗണ്ട് റിസീവ്ഡിൻ്റെ താഴെ ഇവിടെ ഒരു ടോട്ടൽ കോളം, ടോട്ടൽ പേയ്മെൻറ്റിൻ്റെ അവിടെ ഇവിടെ ഒരു ടോട്ടൽ കോളം. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് ഇംപ്രസ്ഡ് എമൗണ്ട് റെക്കോർഡ് ചെയ്യാം. അതായത് എത്രയാണോ നമ്മളെ കയ്യിലുള്ള ക്യാഷ് അത് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ ബാലൻസ് ഇൻ ഹാൻഡ് ഫസ്റ്റ് മാർച്ച് 1 ഫസ്റ്റ് ഐറ്റം നോക്കുകയാണെങ്കിൽ ബാലൻസ് ഇൻ ഹാൻഡ് തന്നിട്ടുണ്ട്. അതായത് ഈ മാസം തുടങ്ങുമ്പോൾ നമ്മളെ കയ്യിലുണ്ടായിരുന്ന ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ്? 135. അപ്പോൾ അപ്പോൾ ഡേറ്റ് എഴുതാം March 1. എപ്പോഴും ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ. എന്തുകൊണ്ടാണ് 2 എന്ന് എഴുതുന്നത്? നമ്മൾ ക്യാഷ് ബുക്കാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ക്യാഷ് കൂടുന്നത് എപ്പോഴും എന്താണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റൊക്കെ നമ്മൾ 2 വെച്ചിട്ടല്ല റെക്കോർഡ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ.
ഇപ്പോഴും പെറ്റി ക്യാഷ് ബുക്കിൽ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യാം ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ. ഇനി എത്രയായിരുന്നു എമൗണ്ട്? 135. ഓപ്പണിംഗ് ബാലൻസ് നമ്മളെ കയ്യിലുള്ള എമൗണ്ട് അല്ലേ, എക്സ്പെൻസസ് അല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എമൗണ്ട് റിസീവ്ഡിൽ വേണം ഈ 135 റെക്കോർഡ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് റെക്കോർഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് നോക്കുക, റിസീവ്ഡ് ക്യാഷ് ടു മേക്കപ്പ് ദ ഇൻട്രസ്റ്റ്. അതായത് ക്യാഷ്യർ നമുക്ക് ക്യാഷ് തന്നു ഇൻട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ. എത്രയാണ്? 365. അപ്പോൾ അത് നമുക്ക് കിട്ടിയ ക്യാഷാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ക്യാഷ് നമ്മൾ റെക്കോർഡ് ചെയ്യാം. പെർട്ടിക്കുലാസിൽ ടു ക്യാഷ് അക്കൗണ്ട് എത്രയാണ് എമൗണ്ട്? 365 എമൗണ്ട് റിസീവ് ചെയ്തു. അപ്പോൾ അത് റിസീവ്ഡ് കോളത്തിൽ 365 എന്ന് എഴുതുക. അപ്പോൾ ആദ്യത്തെ മാർച്ച് ഫസ്റ്റത്തെ ഐറ്റംസ് നമ്മൾ റെക്കോർഡ് ചെയ്തു. ബാലൻസ് ഇൻ ഹാൻഡ് മന്ത് തുടങ്ങിയപ്പോൾ നമ്മളെ കയ്യിലുള്ള ബാലൻസും പിന്നെ നമുക്ക് റിസീവ് ചെയ്ത ക്യാഷും രണ്ടും റെസീപ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി അടുത്ത ഐറ്റം 5 മാർച്ചിൽ സ്റ്റേഷനറി എക്സ്പെൻസ് 50 റുപ്പീസ് ഉണ്ട്, അത് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ഡേറ്റ് എഴുതാം 5 മാർച്ച്. പെർട്ടിക്കുലാസിൽ എന്താണ്? എക്സ്പെൻസസ് ആണ്. ഓക്കെ, എക്സ്പെൻസസ് എല്ലാം നമ്മൾ ബൈ എന്ന് പറഞ്ഞിട്ട് വേണം റെക്കോർഡ് ചെയ്യാൻ. അപ്പോൾ ബൈ സ്റ്റേഷനറി അല്ലായിരുന്നോ? അപ്പോൾ ബൈ സ്റ്റേഷനറി എത്രയാണ് എമൗണ്ട്? സ്റ്റേഷനറിയുടെ എമൗണ്ട് 50 ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓരോന്നും ടോട്ടൽ പേയ്മെൻറ്റ്സിൽ റെക്കോർഡ് ചെയ്യണം. സ്റ്റേഷനറിയുടെ എക്സ്പെൻസ് 50 ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ 50 ടോട്ടൽ പേയ്മെൻറ്റ്സിലും എഴുതണം. പിന്നെ സ്റ്റേഷനറി, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി ആയതുകൊണ്ട് പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറിയുടെ ഹെഡിങ്ങിലും എഴുതണം. അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള എക്സ്പെൻസസ് ഓരോന്നും അതിൻ്റെ റെസ്പെക്റ്റീവ് ഹെഡിലും ടോട്ടൽ പേയ്മെൻറ്റ്സിൻ്റെ ഹെഡിങ്ങിലും റെക്കോർഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ അത് ചെയ്തു. ഇനി അടുത്ത ഡേറ്റ് 9th മാർച്ച് സൺഡ്രി എക്സ്പെൻസസ് ഉണ്ടായിട്ടുണ്ട് 21 റുപ്പീസ്. അപ്പോൾ സൺഡ്രി എക്സ്പെൻസസിന് നമ്മളൊരു കോളം വരച്ചിട്ടുണ്ട്. അപ്പോൾ സൺഡ്രി എക്സ്പെൻസ് ആ കോളത്തിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഡേറ്റ് വരുന്നത് 9 മാർച്ചാണ്. 9 മാർച്ച് പെർട്ടിക്കുലാസിൽ ബൈ സൺഡ്രി എക്സ്പെൻസസ് എത്ര എമൗണ്ട്? 21 റുപ്പീസ്. അപ്പോൾ ആദ്യം ടോട്ടൽ പേയ്മെൻറ്റ്സിൽ റെക്കോർഡ് ചെയ്യാം, എന്നിട്ട് സൺഡ്രി എക്സ്പെൻസസിൻ്റെ ഹെഡിങ്ങിലും അതിൻ്റെ സ്ഥലത്ത് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ഓരോന്നും ടോട്ടൽ പേയ്മെൻറ്റിലും റെസ്പെക്റ്റീവ് ഹെഡിലും റെക്കോർഡ് ചെയ്യണം. ഇനി അടുത്ത ഐറ്റം 15 മാർച്ചിൽ റിപ്പയേഴ്സ് 157. ഡേറ്റ് ഇടുക 15 മാർച്ച്. പെർട്ടിക്കുലാസിൽ ബൈ റിപ്പയേഴ്സ് 157. അപ്പോൾ ടോട്ടൽ പേയ്മെൻറ്റ്സിലും എഴുതാം, റിപ്പയേഴ്സിൻ്റെ കോളത്തിലും എഴുതാം 157. ഇനി അടുത്ത ഐറ്റം നോക്കാം. അടുത്ത ഐറ്റം 18th മാർച്ചിൽ ട്രാവലിംഗ് എക്സ്പെൻസ് 68. 18th മാർച്ച് ബൈ ട്രാവലിംഗ് എക്സ്പെൻസ്. ഇപ്പോൾ ട്രാവലിംഗ് എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യാൻ നമുക്കിവിടെ ഓൾറെഡി ട്രാവലിംഗ് എക്സ്പെൻസിൻ്റെ കോളം ഉണ്ട്. അപ്പോൾ അവിടെ റെക്കോർഡ് ചെയ്യാം. എത്രയാണ്? 68 റുപ്പീസാണ്. 68 ട്രാവലിംഗ് എക്സ്പെൻസിലും റെക്കോർഡ് ചെയ്യാം, ടോട്ടൽ പേയ്മെൻറ്റ്സിലും എന്ത് ചെയ്യാം? 68 റെക്കോർഡ് ചെയ്യാം. ഇനി ക്വസ്റ്റ്യനിൽ അടുത്ത ഐറ്റം സ്റ്റേഷനറി 22 മാർച്ചിൽ സ്റ്റേഷനറി എക്സ്പെൻസ് ഉണ്ട് 71. അപ്പോൾ സ്റ്റേഷനറി ഓൾറെഡി ഒരു കോളം ഉണ്ട്, അപ്പോൾ അവിടെ റെക്കോർഡ് ചെയ്യാം. 22 മാർച്ച് സ്റ്റേഷനറി എത്രയാണ്? 71 ആണ് എമൗണ്ട്. അപ്പോൾ ടോട്ടൽ പേയ്മെൻറ്റ്സിലും 71 എഴുതുക, സ്റ്റേഷനറി പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറിയുടെ കോളത്തിലും 71 റെക്കോർഡ് ചെയ്യാം. ഇനി ക്വസ്റ്റ്യനിൽ അടുത്ത ഐറ്റം 27 മാർച്ചിൽ ഓഫീസ് എക്സ്പെൻസ് ഉണ്ട് 7 റുപ്പീസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓഫീസ് എക്സ്പെൻസിന് ഇവിടെ പ്രത്യേകിച്ച് ഒരു ഹെഡിങ് ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സൺഡ്രി എക്സ്പെൻസിൽ റെക്കോർഡ് ചെയ്യാം. ഡേറ്റ് 27 ഏപ്രിൽ ബൈ ഓഫീസ് എക്സ്പെൻസ് എമൗണ്ട് എത്ര? 7 റുപ്പീസ്. അപ്പോൾ ടോട്ടൽ പേയ്മെൻറ്റ്സിലും 7 റെക്കോർഡ് ചെയ്യാം, സൺഡ്രി എക്സ്പെൻസിലും നമുക്ക് എന്ത് ചെയ്യാം? 7 ആയിട്ടുള്ള ഓഫീസ് എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യാം. ഇനി അടുത്ത ഐറ്റം നോക്കാം. 30 മാർച്ചിൽ റിപ്പയേഴ്സ് എക്സ്പെൻസ്, വീണ്ടും റിപ്പയേഴ്സിന് എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ട് 48 റുപ്പീസ്. അപ്പോൾ 30 ഏപ്രിൽ റിപ്പയേഴ്സ് എത്രയാണ്? റിപ്പയേഴ്സ് വന്നിട്ടുള്ളത് 48 ആണ്. അപ്പോൾ ടോട്ടലിലും എഴുതി, ഇനി റിപ്പയേഴ്സിന് ഓൾറെഡി ഒരു കോളം ഉണ്ട്, അവിടെ എന്ത് എഴുതി? 48 എഴുതി.
അപ്പോൾ ഇത്രയായിരുന്നു നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എക്സ്പെൻസ്. ആദ്യം നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്തു, പിന്നെ കിട്ടിയ ക്യാഷ് ടു ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞ റെസീപ്റ്റിൽ കാണിച്ചു, പിന്നെ തന്നിട്ടുള്ള എല്ലാ എക്സ്പെൻസും നമ്മൾ റെക്കോർഡ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം എമൗണ്ട് റിസീവ്ഡ് ടോട്ടൽ ചെയ്തിടാം. അതിനാണ് ഇവിടെ ഏറ്റവും താഴെയായിട്ട് 2 ടോട്ടൽ കോളം വരച്ചിട്ടുള്ളത്. നല്ലോണം താഴെ വരക്കുക, നമ്മളെ പെർട്ടിക്കുലാസിൻ്റെ ഒക്കെ കുറേ താഴെ വരക്കുക, കാരണം നമുക്ക് ഈ മുകളിൽ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഇനിയും ഐറ്റംസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഏറ്റവും താഴെ എമൗണ്ട് റിസീവ്ഡിൻ്റെ അവിടെയും ഒരു ടോട്ടൽ കോളം വരക്കുക, ടോട്ടൽ പേയ്മെൻറ്റ്സിൻ്റെ അവിടെയും ടോട്ടൽ കോളം വരക്കുക. എന്നിട്ട് എമൗണ്ട് റിസീവ്ഡ് എഴുതുക, അതിൻ്റെ ടോട്ടൽ 2 കോളത്തിലും എഴുതാം. എമൗണ്ട് റിസീവ്ഡ് ഇവിടെ എത്ര? 135. എമൗണ്ട് റിസീവ്ഡ് എന്താ? 135ഉം 365ഉം ആണ്. അത് രണ്ടിൻ്റെയും കൂടി ടോട്ടൽ എത്ര വരിക? 500. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 500 ആണ്. അപ്പോൾ 500 എമൗണ്ട് റിസീവ്ഡിൻ്റെ കോളത്തിൽ എഴുതാം. അപ്പോൾ ഈ 500 എന്ന് പറയുന്നത് എന്താ? 500 ആണ് നമ്മളോട് ഇംപ്രസ്ഡ് സിസ്റ്റം. നമ്മൾ ഈ മന്ത് തുടങ്ങിയപ്പോൾ നമ്മളെ കയ്യിലുള്ള ബാലൻസ് എത്രയാണ്? 500 ആണ്. നമ്മളോട് ഈ ഇംപ്രസ്ഡ് സിസ്റ്റത്തിൽ നമുക്ക് തന്നിട്ടുള്ള എമൗണ്ട്, ഇംപ്രസ്ഡ് സിസ്റ്റത്തിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട എമൗണ്ട് എന്താണ്? 500 ആണ്. അപ്പോൾ എമൗണ്ട് കോളത്തിൻ്റെ ടോട്ടൽ എന്ത് ചെയ്യാം? ഏറ്റവും താഴെ 2 സൈഡിലും പേയ്മെൻറ്റ്സിൻ്റെ അവിടെയും എമൗണ്ടിൻ്റെ അവിടെയും എഴുതിയിടാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത്രയും ടോട്ടൽ പേയ്മെൻറ്റ്സ് നമ്മൾ ടോട്ടൽ ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ എമൗണ്ട് റിസീവ്ഡ് ആണ് 2 ബോക്സിലും ഇട്ടത്. നമുക്ക് ടോട്ടൽ പേയ്മെൻറ്റ്സ് ടോട്ടൽ ചെയ്യണം. ടോട്ടൽ പേയ്മെൻറ്റ്സ് ടോട്ടൽ ചെയ്യാൻ ലൈന് വരക്കുക, ടോട്ടൽ പേയ്മെൻറ്റ്സിൻ്റെ താഴെ ലൈന് വരക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ ചെയ്യാം. ആദ്യം ടോട്ടൽ പേയ്മെൻറ്റ്സ് കോളം എത്രയാണ്? ടോട്ടൽ പേയ്മെൻറ്റ്സ് കോളം എന്തൊക്കെയാണ് വരുന്നത്? 50 എമൗണ്ട് വരുന്നത് 50, 21, 157, 68, 71, 748. ഇത്ര എമൗണ്ട് ടോട്ടൽ ചെയ്തിട്ട് താഴെ എമൗണ്ട് എഴുതാം. എമൗണ്ടിൻ്റെ ടോട്ടൽ വരുന്നത് 422 ആണ്. ടോട്ടൽ പേയ്മെൻറ്റ്സിൻ്റെ താഴെ 422 എഴുതാം. അതിനുശേഷം ഓരോ എക്സ്പെൻസസിൻ്റെയും ടോട്ടൽ ചെയ്യാം. പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി 50ഉം 71 ആണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് 121. ഇനി അടുത്ത റിപ്പയേഴ്സിൻ്റെ എമൗണ്ട് 157ഉം 48ഉം ആണ്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ വരുന്നത് 205. സൺഡ്രി എക്സ്പെൻസ് 21ഉം 7ഉം, അപ്പോൾ എത്ര? 28. പിന്നെ ലെഡ്ജർ അക്കൗണ്ട്സിൽ ഒരു ഐറ്റവും ഇല്ല, എന്ത് ചെയ്യാം? ഇത് ബ്ലാങ്ക് ആക്കി ഇടാം. ഓക്കെ, ഇനി ഇപ്പോൾ ഇത്രയും പേയ്മെൻറ്റ്സിൻ്റെ ടോട്ടൽ നമ്മൾ ചെയ്തു അല്ലേ? പേയ്മെൻറ്റ്സിൻ്റെ ടോട്ടൽ എത്ര? 422. നമ്മളെ കയ്യിൽ എമൗണ്ട് റിസീവ്ഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത് 500 റുപ്പീസ് ആയിരുന്നു. ഗ്രേറ്റർ 500 തന്നെ അല്ലേ? ഇപ്പോൾ 2 കോളത്തിന് 500 നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്തു. ഇനി ആ മാസം മൊത്തം എക്സ്പെൻസസിന് ടോട്ടൽ പേയ്മെൻറ്റ്സിന് നമുക്ക് ചിലവായത് എത്ര? 422 ആണ് നമുക്ക് മൊത്തം എക്സ്പെൻസസിന് നമുക്ക് ചിലവായത്. ഓക്കെ, മൊത്തം എക്സ്പെൻസ് ആയിട്ട് ചിലവായത് 422 ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? 500 രൂപയിൽ 422 ചിലവായിട്ടുള്ളൂ. ബാക്കി എന്താണ്? ബാലൻസ് ആണ്. ആ ബാലൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്യാരി ഡൗൺ ചെയ്യണം. ബൈ ബാലൻസ് ക്യാരി ഡൗൺ. ഈ ബാലൻസിന് നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടലിൻ്റെ മുകളിൽ ക്യാരി ഡൗൺ ചെയ്യുക. 500 ആയിരുന്നു കയ്യിലുള്ളത്, മൈനസ് 422. എത്ര രൂപയുടെ ബാലൻസാണ് വരുന്നത്? സോറി, ഇവിടെ അല്ല, താഴെ വേണം കേട്ടോ ക്യാരി ഡൗൺ ചെയ്യാൻ. താഴെ നമ്മളെ പേയ്മെൻറ്റ്സിൻ്റെ താഴെ നമ്മൾ ടോട്ടൽ ചെയ്തതിൻ്റെ താഴെ ക്യാരി ഡൗൺ ചെയ്യാം. ബൈ ബാലൻസ് ക്യാരി ഡൗൺ. അതായത് ബാലൻസ് ക്യാരി ഡൗൺ 500 ടോട്ടലിൽ നിന്ന് 422 പേയ്മെൻറ്റ്സ് കുറച്ചാലുള്ള എമൗണ്ട് ആണ് ബൈ ബാലൻസ് ക്യാരി ഡൗൺ. അപ്പോൾ എത്ര കിട്ടുക? 500 മൈനസ് 422, 78 ആണ് ബാലൻസ് വരുന്നത്. അത് നമ്മൾ ക്യാരി ഡൗൺ ചെയ്തു. ഓക്കെ, അപ്പോൾ 500 രൂപയായിരുന്നു നമ്മളെ കയ്യിൽ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരുന്നത്. അതിൽ 422 ചിലവായി. ബാക്കി വന്ന എമൗണ്ട് എന്താണ്? 78 റുപ്പീസ് നമ്മളെ കയ്യിൽ ബാക്കിയുള്ള ബാലൻസ് ആണ്. ആ ബാലൻസ് നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത മാസത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അടുത്ത മാസം, ഇത് മാർച്ചാണ്, അപ്പോൾ April 1 നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത മാസത്തിൻ്റെ തുടക്കത്തിലോട്ട് April 1 ബാക്കി വന്ന എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ പോസിറ്റീവ് ബാലൻസ്, അതായത് നമ്മളെ കയ്യിലുള്ള ക്യാഷിൻ്റെ റെസീപ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ.
എത്ര രൂപയെ 78 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത മാസത്തിലോട്ട് ബ്രോട്ട് ഡൗൺ ചെയ്യണം. 78 സോറി, ഈ കോളത്തിലല്ല, പേയ്മെൻ്റ് അല്ലല്ലോ, റെസീപ്റ്റ് അല്ലേ. അപ്പോൾ 78 റെസീപ്റ്റ് കോളത്തിൽ ബ്രോട്ട് ഡൗൺ ചെയ്യാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇംപ്രസ്ഡ് സിസ്റ്റത്തിലാണ്. നമ്മൾ ഇംപ്രസ്ഡ് സിസ്റ്റത്തിലാണ് നമ്മൾ പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞു ക്യാഷ്യർ നമുക്ക് എന്ത് ചെയ്യും, അടുത്ത മാസത്തിൻ്റെ തുടക്കത്തിൽ പിന്നെയും നമുക്ക് എന്ത് ചെയ്യും, എത്ര രൂപയാണോ നമ്മുടെ അടുത്ത് ചിലവായത് അത്രയും രൂപ നമുക്ക് പിന്നെയും തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഏപ്രിൽ 1 ബാലൻസ് ബ്രോട്ട് ഡൗണിൻ്റെ താഴെ നമ്മൾ പെറ്റി ക്യാഷ്യർ നമുക്ക് ക്യാഷ് തന്നു എന്ന് കാണിക്കണം. ടു ക്യാഷ് അക്കൗണ്ട് നമുക്ക് ചിലവായ 422 റുപ്പീസ് എന്ത് ചെയ്യും, അടുത്ത മാസം ക്യാഷ്യർ നമുക്ക് തരും. അപ്പോൾ അത് കാണിക്കുക. ടു ക്യാഷ് അക്കൗണ്ട് എമൗണ്ട് റിസീവ്ഡിൽ 422. അപ്പോൾ അനലറ്റിക്കൽ ക്യാഷ് ബുക്ക് റെക്കോർഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇംപ്രസ്ഡ് സിസ്റ്റത്തിലാണ് നമ്മളോട് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബാലൻസ് ഒക്കെ ബ്രോട്ട് ഡൗൺ ചെയ്തതിന് ശേഷം താഴെ ടു ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, എത്ര രൂപയാണോ നമ്മുടെ അടുത്ത് ചിലവായത് അത്രയും എമൗണ്ട് നമ്മൾ താഴെ കാണിക്കണം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് അനലറ്റിക്കൽ ക്യാഷ് ബുക്ക് അണ്ടർ ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് പെറ്റി ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നത്.